Hi, good morning. Morning. Day 14th അല്ലേ? Day 14th സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സെർബിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ ബെൽഗ്രേഡ് എന്ന സിറ്റിയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇന്നിവിടെ താമസിക്കുകയാണ്. ഇന്നിവിടെ നാളെയുള്ളൂ ഇവിടുന്ന് പോവുകയുള്ളൂ. അപ്പോൾ 2 ദിവസം സെർബിയയിലുണ്ട്. സോജറ അല്ലെങ്കിൽ റജി, Good morning. എന്ത് പറയുന്നു? സെർബിയയെ കുറിച്ച് എന്ത് പറയുന്നു? Serbia nice. Very nice. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. ഞങ്ങൾ ഇന്ന് രാവിലെ പോയി ഇവിടെ നല്ല കാസിലുണ്ട്. ആ കാസിൽ 2 കിലോമീറ്റർ നടന്നു പോവുകയാണെങ്കിൽ ഇന്നത്തെ എക്സസൈസ് അങ്ങനെയാവും. അതിനുവേണ്ടി ടാക്സി വിളിക്കുന്നില്ല. സ്ഥാപിച്ചാൽ നമ്മുടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് താഴെ ഒരു റിവർ പോകുന്നുണ്ട്, ബെൽഗ്രേഡ് ടൗണിൻ്റെ നടുക്കോടെ. അപ്പോൾ ഈ റിവർ അതൊന്നും എല്ലാം പഠിച്ചായിരുന്നോ? സാവ നദിയാണിത്. റിവർ മഴ പെയ്തതിനനുസരിച്ച് നല്ല വീതിയുണ്ട്. മഴ പെയ്തിട്ടായിരിക്കും അല്ലേ? അവിടെ കുറേ വലിയ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. നമ്മൾ കാണുന്ന ടൗൺ സെൻറ്ററിൻ്റെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. നല്ലൊരു നമ്മുടെ ബോംബെ ബീച്ചിൻ്റെ അല്ലേ അവിടെ നിന്ന് നോക്കുന്നതിലൊരു വെള്ളമാണ്. അൺഫോർച്ചുനേറ്റ്ലി ക്ലീൻ അല്ല, ഇത് ഡേർട്ടിയാണ് ഇച്ചിരി. അപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് അപ്പുറയാണ് നമ്മൾ പറഞ്ഞ കാസിൽ. ഈ കാസിൽ ഇത് ശരിക്കും ഇതാണ് ആ കാസിൽ. ഈ കാസിൽ ഞങ്ങൾ നടന്ന് കയറണം. ഇത് ലിഫ്റ്റാണോ അല്ലേ? ഇത് ലിഫ്റ്റാണ്. So we are in Serbia, Belgrade town center, capital of Serbia. ഞങ്ങൾ സേഫായിട്ട് വണ്ടിയുടെ അടുത്ത് പാർക്ക് ചെയ്തെന്ന്. നമ്മുടെ കാറ് ഇന്ന് നമ്മളോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ടോ? എന്നെ കുളിപ്പിച്ചിട്ട് എത്ര ദിവസമായിരുന്നു? അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇന്ന് പുള്ളി ഒന്ന് കുളിപ്പിച്ചിരിക്കുവാണ്. ഞങ്ങൾ റജുവയാണ് കുളിപ്പിക്കുന്നത്. നല്ല പാളെ കടത്തി എണ്ണയൊക്കെ തേച്ച് അവനെ ഒന്ന് സെറ്റപ്പാക്കി കുളിപ്പിച്ചെടുക്കുക. നമ്മൾ വണ്ടിയാണെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ കുളിപ്പിച്ചില്ലെങ്കിൽ പിന്നെ വണ്ടിക്ക് പിന്നെ വിഷമമായി പോകും. അത് കാരണം 2 ആഴ്ച കൂടി അവനൊന്ന് കുളിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ സെർബിയയുടെ ക്യാപിറ്റലായ ബെൽഗ്രേഡിലേക്ക് ഒരു യാത്രയാണ്. ഇന്ന് ടൗൺ സെൻറ്റർ എല്ലാം ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് നാളെ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. 2 days ആണ് ഇവിടെ ഞങ്ങൾ സ്റ്റേ ഓവർ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡിൽ ഞങ്ങൾ 1 വീക്കിൽ തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്യുക, ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു കടമ. പിന്നെ ഞായറാഴ്ച ആകുമ്പോൾ സൗകര്യമായിട്ട് പള്ളിയിൽ ഒന്ന് പോകാൻ റിലാക്സ് ചെയ്ത് പള്ളിയിലും പോയി ടൗണൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് നിൽക്കുകയും ചെയ്യാമല്ലോ എന്നുള്ള ഇതിലാണ് ഞായറാഴ്ച 2 ദിവസം. ശനിയും ഞായറും എവിടെയെങ്കിലും താമസിക്കുന്നിടത്ത് 2 ദിവസം താമസിക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശ ലക്ഷ്യം. കാർ പാർക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കുകയാണ്. കാർ പാർക്കിങ്ങിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ട്. സോയിച്ചേട്ടൻ്റെ കരുണയും കൊണ്ടാണ് ഈ കഷ്ടപ്പാട്. ഒരു ശകലം ചേർക്കാൻ പറഞ്ഞാൽ വണ്ടി ചേർത്ത് നിൽക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. വണ്ടിയിൽ എവിടെയെങ്കിലും ചെറിയൊരു പോറലോ ഒക്കെ ഉണ്ടാകും എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് കേട്ടോ. അപ്പം അറിയാതെ പോലും അങ്ങനെ ഒരു തെറ്റുണ്ടാകരുതെന്ന നിർബന്ധ ബുദ്ധിയുണ്ട് പുള്ളിക്ക്, ആഗ്രഹമുണ്ട്. ഇവിടെ മുഴുവൻ AC, താഴെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ കംപ്രസറാണ് ഈ മുഴുവൻ ഇരിക്കുന്നത്. ഞായറാഴ്ച ആരും പാർക്കിംഗ് ഇഷ്ടംപോലെയുണ്ട്. ഞങ്ങൾ കാസിൽ കാണാനായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു പാലത്തേക്കൂടെ ഉണ്ട്, പാലമുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് ചാടുകയാണ്. കാസിലെ മുകളിൽ വിശാലമായ ഒരു കാസിലാണ്. എന്ത് കാസിലാണെന്ന് നമ്മൾ അറിയില്ല. അവിടെ നോക്കിയിട്ട് വായിച്ചാൽ വല്ലതും മനസ്സിലായാൽ മാത്രം പറയാം. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ കോൾസും നെറ്റും എല്ലാം ബ്ലോക്കാണ്. വൈഫൈ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും നടക്കുള്ളൂ ഇന്ന്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കിട്ടുന്നില്ല. ഇൻ്റർനാഷണൽ കോൾസ് നെറ്റ് ഡാറ്റയൊക്കെ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ പ്രൊവൈഡർ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇതൊരു കാസലിലാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആക്ച്വലി കയറി വന്നത്. പക്ഷേ ഇത് കാസലിനല്ല, ഇതൊരു പോർട്ട്
ഫോർട്ടാണ്. ഫോർട്ട് എന്തോ വാട്ട് ഇസ് ദിസ്, ദ കിങ് ഗേറ്റ് വിത്ത് ദി റാവലിൻ. സോ ഇതിൻ്റെ പണി കഴിഞ്ഞത് 17th century, എൻഡ് ഓഫ് ദി 17th century ഇതിൻ്റെ പണി കഴിഞ്ഞത്. ഇതാണ് ആ കോട്ടയുടെ പിക്ചർ. സോ ദിസ് ഇസ് അനദർ പിക്ചർ. Yeah, this is a history all written over here. So yeah, I think this is a king or someone. I don't know. We need to find out who is he. ഒന്നും കൂടെ ഈ ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുകൊണ്ടൊരു വ്യൂ ആണിത്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണിത്. അത് വലിയൊരു ബോട്ട്. അത് ബോട്ടാണോ? ബോട്ട് കയറ്റിയ അത് ബോട്ടാണോ? അത് ബോട്ട് കയറ്റിയാണത്? ഫെറിയാണോ? ബോട്ട് കയറ്റിയാ അല്ലേ? ബോട്ട് കയറ്റിയായിരിക്കും. ബോട്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ടോ അതുപോലെ കേട്ടോ. ഈ ചേട്ടൻ്റെ ചുവട്ടിൽ ഞങ്ങൾ വന്നു. പക്ഷേ ചേട്ടൻ ആരാന്ന് ഇവിടെ എങ്ങും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് ആരെന്നറിയത്തില്ല. ഒന്ന് രണ്ട് ചോദിച്ചപ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ അതൊന്നും മനസ്സിലായില്ല. ലോക്കൽ ലാംഗ്വേജിൽ മീ നോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ലൈക്ക് മീ നോ ഇംഗ്ലീഷ്. സോ അവരെന്തോ അവരുടെ ലാംഗ്വേജ് പറഞ്ഞു. അതെന്താണെന്നുള്ളത് ഇവിടുത്തെ ലാംഗ്വേജ് എന്താണെന്ന് പറയുമോ? അതെ, സെറീബിയൻ ലാംഗ്വേജ് ആണ്. ചേട്ടൻ്റെ ആ പോണ പോക്ക് കണ്ടോ? ഇത് പഴയ മണ്ണാ, ഫർഗോ. ഇത് മുകളിൽ കയറുന്നവർ ഇതിൻ്റെ വ്യൂ നന്നായിക്കൊണ്ടിരിക്കുക. താഴെ നിന്നാണ് നല്ല ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഭംഗിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എടുത്തു. മുകളിൽ വന്നപ്പോൾ അതിലും ഭംഗി. ഇനി ഇതിൻ്റെ മുകളിലേക്കില്ല. അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ആ സ്റ്റൈലുണ്ട്. ബോസ്മാൻ കമിയ. ഗ്രേറ്റ് ടൗൺ ആണ് കാണുന്നത് മുഴുവൻ. പെണ്ണിൻ്റെ ഒന്നും ക്യാമറ കൊടുക്കണ്ട കേട്ടോ. അത് ശരിയല്ല, വേണ്ട. പെണ്ണിൻ്റെ ഒരു ക്യാമറ കൊടുക്കണ്ട. നമ്മളൊന്നും അവരോടൊന്നും മിണ്ടാൻ പോലും നമുക്ക് മിണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണേ. ചേച്ചി എന്നെ വിളിച്ച് ചോദിക്കും, ഇന്ന് ചോദിച്ചേട്ടൻ എത്ര പേരോട് മിണ്ടിയെന്ന് ചോദിക്കും. എനിക്കാണെങ്കിൽ കള്ളം പറഞ്ഞ് അറിയാൻ പാടാത്തേ ഞാൻ പിന്നെ സത്യം പറയേണ്ടി വരും. അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടതേ, ചേച്ചിക്കുള്ള വേറെ ആർക്കും കുടിക്കാൻ. അല്ല അതറിയാം. അത് ലവ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോ അതോ സെക്കൻഡ് സൈറ്റ് ആണോ? ലവ് ഓർക്കില്ല. അവർക്ക് എന്നെ കൊണ്ടൊന്നും പറയുന്നില്ല.
ഫോൺ പോകും താഴത്തേക്ക്. ഓ എൻ്റെ അമ്മോ, അയ്യോ ഇത് എൻ്റെ മാതാവ്, ഇത് താഴ്ച വേണ്ട ഇതിൻ്റെ. യാ അയ്യോ, നമ്മളിപ്പോൾ കണ്ട കിണറിൻ്റെ താഴത്തേക്ക് ഞാൻ എൻ്റെ ക്യാമറ ഇറക്കി ട്രൈപോഡിൽ ഇറക്കി എടുത്ത ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ സ്കൈ കാണാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ ബെൽഗ്രേഡിലുള്ള സെയിൻറ്റ് സാവ ചർച്ചിൽ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. സെയിൻറ്റ് സാവയുടെ സ്റ്റാച്യു ആണിത്. യെസ്, വലിയൊരു പള്ളി തന്നെയാണ്. പക്ഷേ പള്ളി ഓപ്പൺ അല്ല എന്ന് തോന്നുന്നു, അടഞ്ഞു കിടക്കുകയാണ്. ഞായറാഴ്ച ആയിട്ട് സാധാരണ തുറന്നിട്ടുള്ളതാണല്ലോ. എനിവേ അവിടെ കൃത്യം വന്നപ്പോൾ പള്ളി മണി അടിച്ചു. ബ്ലസ്ഡ്, ഒരു ബ്ലസ്സിങ് ആയ നിമിഷമാണ് സത്യം പറഞ്ഞാൽ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഷോർട്സ് ഇട്ടതുകൊണ്ട് എന്നെ അവരകത്ത് നിർത്തിയില്ല. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചോളാം. ഞാൻ ഷോർട്സിലായതുകൊണ്ട് അവർക്ക് അലൗഡല്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫ്ലാഷ് ക്യാമറയുടെ അലൗഡല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല, ഷോർട്സ് ഇട്ട് സമ്മതിക്കല്ലോ. പക്ഷേ പെണ്ണുങ്ങൾക്ക് കുട്ടിപ്പാവടൊക്കെ ഇട്ട് കുഴപ്പമില്ലല്ലോ. ആർക്കൊന്നും പറ്റുകയല്ലോ, വെള്ളം എന്തുവാ എല്ലായിടത്തും. ഞങ്ങൾ യാദൃശ്യമായിട്ട് ഇവിടെ വന്നപ്പം, ഇവിടെ പള്ളി വന്നപ്പോൾ കണ്ടുമുട്ടിയാണ്. UK നിന്ന് ബ്രിസ്റ്റോൾ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് വന്ന 2 മലയാളീസാണ് ഇവിടെ. അവിടെ ബ്രിസ്റ്റോളിൽ ജോലി ചെയ്യുന്നവരാണ്. അവരെ ഞങ്ങൾ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടി. കൈ ഇവിടെ മുട്ടുന്നു, വെറുതെ അല്ല. സോറി, എവിടെ നാട്ടിൻ്റെ? തൊടുപുഴ അല്ലേ? ഓക്കെ. എൻ്റെ വീട് പാല. നിങ്ങൾ ഇവിടെ ബ്രിസ്റ്റോളിലാണ് താമസിക്കുന്നത് അല്ലേ? UK ബ്രിസ്റ്റോളിൽ അവർ ജോലി ചെയ്യാണ്. അവർ ജസ്റ്റ് ഹോളിഡേക്ക് വേണ്ടി വീക്കെൻഡ് ആഘോഷിക്കാൻ വന്നവരാണ്. അപ്പം ഞങ്ങളെ കണ്ടുമുട്ടി. അങ്ങനെ എനിവേ അവിടുന്ന് വന്നിട്ട് നമ്മുടെ നാട്ടുകാർ 2 പേരെ കണ്ടുമുട്ടി സന്തോഷം. അതെ, ആദ്യമായിട്ടാണ് നമ്മളൊരു 2 മലയാളീസിനെ കണ്ടുമുട്ടുന്നത്. സന്തോഷം. ഓക്കെ, അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ഹോളിഡേ നിങ്ങൾ എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഞങ്ങളിപ്പോൾ ഒരു ഇവിടുത്തെ ടൗൺ സെൻറ്റർ ഒരു സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സ്ക്വയർ കാണാൻ പോവുക. അപ്പം പബ്ലിക് ബസ്സിനാണ് പോകുന്നത്. ബസ് ഇവിടെ എല്ലാം ഫ്രീ ആണ്. പബ്ലിക് ബസ് എല്ലാം ഇവിടെ കഴിക്കുന്നത് ഫ്രീയാണ്. രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, സെർബിയയുടെ പ്രത്യേകതയാണ് പബ്ലിക് ബസ് ഫ്രീ എന്നുള്ളത്. അങ്ങനെ അതും എൻജോയ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ സ്ക്വയറിൽ വന്നു. ഈ കുതിരപ്പുറത്തിരിക്കുന്ന ചേട്ടൻ ആരാണെന്നൊന്നും അറിയാൻ പാടില്ല. പഴയ ഒരു രാജാവാണ് എന്തായാലും. അവിടെ എന്തൊക്കെ പേര് എഴുതിയിട്ടുണ്ട്, ലിയോ അതൊക്കെ സംഭവം എഴുതിയിട്ടുണ്ട്. ബട്ട് ഒരു പിടിയില്ല. സാറേ വൈകിട്ടെന്നാ പരിപാടി? വൈകിട്ട് ചേട്ടൻ കഞ്ഞി വെക്കാണ്. ചോറും കഞ്ഞിക്ക് എന്നാ സ്പെഷ്യൽ ടുഡേസ്? ഇവിടെ മീൻകറി ഇരിപ്പുണ്ട്. ഓക്കെ, എന്നാ മീനാണ്? നമ്മുടെ എഗ് ബുജി ഉണ്ടായിട്ടുണ്ട്. അല്ല, മീൻ എന്നാ? മീൻ സാൽമൺ. സാൽമൺ. ഓക്കെ. ഇന്നത്തെ കറിയുടെ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഓക്കെ, ഇന്നത്തേക്ക് കൂടി ഉണ്ടാക്കിയതാണ്.
അത് നമ്മളിത് എഗ് ബുർജിയ ഉണ്ടാക്കി ഇവിടെ റെഡി ആക്കിയേക്കാണ് വൈകിട്ടത്തേക്കുള്ളത്. മീൻകറി, കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ. പിന്നെ ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. അതെല്ലാം കൂട്ടി ഇന്ന് വൈകിട്ട് ഫുഡും കഴിച്ച്. ചേട്ടാ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം കട്ടിങ് ചെയ്ത് ഷോജേട്ടനൊക്കെ കട്ട് ചെയ്ത് മടുത്തിരിക്കുകയാണ്. സാവു എല്ലാം ഓക്കെ അല്ലേ? യെസ്, സാവു നാളത്തെ കാര്യങ്ങൾ നോക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ അക്കോമഡേഷനൊക്കെ നമ്മൾ എന്നാ പറഞ്ഞത് തലേദിവസമാണ് നമ്മൾ ബുക്ക് ചെയ്ത് പോകുന്നത്. തലേദിവസം കിട്ടിയില്ല, ഞങ്ങൾ ഓൺ ദ വേ ബുക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് നെറ്റിൽ ശകലം പ്രശ്നമുണ്ട്. ഈ നെറ്റില്ല, അത് തന്നെ ഇവിടെ വന്ന് വൈഫൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ എല്ലാം റെഡിയാക്കി നാളത്തേക്കുള്ളത് റെഡിയാക്കി പോവാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. സൈനിങ് ഓഫ് ഫ്രം ദ ഗ്രേറ്റ് റൗണ്ട് റോഡ് ട്രിപ്പ്. താങ്ക് യു.